ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ നേരിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അദ്ദേഹം അതിന് മറുപടി പറയാതിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. ഞാൻ ഇനി അദ്ദേഹത്തെ നിർബന്ധിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ ധർമ്മസങ്കടം എനിക്ക് മനസ്സിലാവും. അദ്ദേഹം ആദ്യം പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും മിണ്ടരുതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും മിണ്ടണ്ട, നിങ്ങളൊന്നും മിണ്ടാതിരിക്കണം ഈ ചോദ്യത്തിന്റെ മുന്നിൽ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നടക്കട്ടെ. കേരളം ഇതെല്ലാം ശരിയായി കണ്ടു മനസ്സിലാക്കിയിട്ടുമുണ്ട്. ജനങ്ങളാണല്ലോ ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തേണ്ടത്. പകരം അദ്ദേഹം വ്യക്തിപരമായി ചില ആരോപണങ്ങൾ ഇങ്ങോട്ട് ഉന്നയിക്കുകയാണ്. അങ്ങൊരു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനല്ലേ, കോൺഗ്രസ് നേതാവല്ലേ, വ്യക്തിപരമായി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ബോധ്യം ഉണ്ടാവണം. നിങ്ങളിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നിങ്ങൾ കേട്ടോ പറഞ്ഞത്? ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചത് നമ്മുടെ മുൻപിലുള്ളൊരു ദൃശ്യത്തെക്കുറിച്ചാണ്. ആ ദൃശ്യത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്ന ഒരു ദൃശ്യവുമായിട്ട് വാ, ഞാൻ മറുപടി പറയാം. ചില മാധ്യമങ്ങൾ കുറെ കാലമായിട്ട് നടത്തുന്ന ഒരു പ്രചാരവേലയുണ്ട്. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഉത്തരം മുട്ടുമ്പോൾ സകല എണ്ണവും വന്നിട്ട് ഇതങ്ങ് പറയും. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ വായടയ്ക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ ധാരണ. ഇന്നലെ മുളച്ച ചില തകരകൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. അങ്ങേപോലെ നല്ല അനുഭവപരിചയവും പരിജ്ഞാനവും ഉള്ള കോൺഗ്രസിന്റെ നേതാവ് തന്നെ ഇങ്ങനെയുള്ള ചില ലൊടുക്കു വിദ്യയൊക്കെ പ്രയോഗിക്കുന്നത് മോശമാണ്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ അന്ന് പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ ഒരു കേസ് നടത്തുന്നുണ്ട്. ആ കേസ് ഇപ്പോഴും തുടർന്നു വരികയാണ്, അവസാനിച്ചിട്ടില്ല. അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ആ കേസിൽ കക്ഷി ചേരാം. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നില്ല, അങ്ങ് മുതിർന്ന ഒരാളാണല്ലോ.